ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ അമേരിക്കൻ വ്ളോഗിൽ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാൻ പോവുകയാണ്. ഞങ്ങൾ വാൾ സ്ട്രീറ്റിൽ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നേരെ വന്നത് ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്കാണ്. മുമ്പ് മാൻഹാട്ടൻ സിറ്റിയും ബ്രൂക്ലിൻ സിറ്റിയും വേറെ വേറെ സിറ്റികളായിട്ടാണ് ഇരുന്നത്. നടുക്ക് ഈസ്റ്റ് റിവർ വന്നതുകൊണ്ട് ഒരു കണക്ഷൻ ഇല്ലായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പണിതതെന്ന് പറഞ്ഞു കേട്ടു. ഇത് 2 കിലോമീറ്റർ ദൂരം വരെ ഉണ്ട്. നടുക്കായിട്ട് ഒരു ഗ്രാനൈറ്റ് ടവറുണ്ട്. അതിലിരുന്നാണ് ഈ അയൺ റാഡൊക്കെ അവർ പിടിപ്പിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും റോഡ് വേസും നടുക്കായിട്ട് വാക്കിംഗ് സ്പേസുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്ഥലത്ത് ഈ വാക്കിംഗ് സ്പേസിൽ വെഹിക്കിൾസ് ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ നമുക്ക് തോന്നും നമ്മൾ വാക്ക് ചെയ്യുന്നത് മാത്രമാണ് ബ്രിഡ്ജ് എന്ന് തോന്നും. പക്ഷേ ഈ സൈഡിൽ വരുന്ന റോഡ് വേസും കൂടിയാണ് ആ ബ്രിഡ്ജ് കണക്റ്റ് ആയിട്ടുള്ളത്. ബ്രൂക്ലിൻ സിറ്റിയിലിരുന്നും ഇവിടേക്ക് വരാം, ഇവിടെ മാൻഹാട്ടനിലിരുന്നും ബ്രൂക്ലിൻ സിറ്റിയിലേക്ക് പോകാം. അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് അവർ വച്ചിട്ടുള്ളത്. ലോകത്ത് ആദ്യമായിട്ട് വന്ന സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ബ്രിഡ്ജ് കംപ്ലീറ്റ് നമ്മൾ നടന്ന് പോകണമെങ്കിൽ 1 മണിക്കൂറാകും. മാൻഹാട്ടനിലിരുന്ന് ആർച്ച് വരെ 30 മിനിറ്റ്സും അതിനുശേഷം 30 മിനിറ്റ്സും എന്നാണ് അവർ പറഞ്ഞു കേട്ടത്. പക്ഷേ ഞങ്ങൾ ഫുള്ളായിട്ടും പോയില്ല. നല്ല മഴയുണ്ട്, പിന്നെ കാറ്റുമുണ്ട്. ഞങ്ങൾക്ക് കുട പോലും ഇല്ല. ഉള്ള ക്യാപ്പ് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, കൊച്ചു കുട്ടികളും ഞങ്ങൾ പ്രായമായവരും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദൂരമൊന്നും പോയില്ല. ഞങ്ങൾ ആകപ്പാടെ നടന്ന് കാൽവേദനയൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പരമാവധി ദൂരം കവർ ചെയ്തിട്ട് തിരിച്ചു വന്നു. ബ്രൂക്ലിൻ ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് അടുത്തതായിട്ട് അവിടെ തന്നെ ഞങ്ങൾക്ക് മെട്രോ ട്രെയിൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ട്രാംവേയിലാണ്. ട്രാംവേ എന്ന് പറയുന്നത് ഒരു കേബിൾ കാർ റൈഡാണ്. അത് നമ്മൾ ഈ സിറ്റിയിൽ മാൻഹാട്ടൻ തൊട്ട് റൂസ്വെൽറ്റ് ഐലൻഡ് വരെ നമ്മളെ കൊണ്ട് കാണിക്കുന്ന ഒരു കേബിൾ കാറാണ്. ഈ ട്രാംവേ നമ്മൾ നേരത്തെയും ബുക്ക് ചെയ്യാം, ഓൺലൈനിലും ബുക്ക് ചെയ്യാം. ഇതിന് അത്രയ്ക്ക് തിരക്കുണ്ടായില്ല. ഇന്ന് നല്ല മഴയും കാറ്റും ആയതുകൊണ്ടും നല്ല തണുപ്പാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ നോക്കിയപ്പോൾ 9 ഡിഗ്രിയാണ് തണുപ്പുള്ളത്.
അപ്പോൾ എല്ലാവരും തന്നെ നല്ല തണുത്ത് വിറച്ചു. ആകപ്പാടെ ബ്രൂക്ലിൻ ബ്രിഡ്ജിലൊക്കെ നല്ലതുപോലെ നനഞ്ഞിട്ടുള്ളത് ഉണ്ട്. മഴ വിട്ട് വിട്ട് ചാരുന്നുണ്ട്. ഈ ട്രാംവേ മാൻഹാട്ടൻ സിറ്റിയിൽ നിന്ന് റോസ്വെൽറ്റ് ഐലൻഡിലേക്ക് ഇങ്ങനെ 250 അടി ഉയരത്തിലാണ് നമ്മളെ കാണിച്ച് കൊണ്ടുപോകുന്നത്. ഇത് സമയം വെറും 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിലേ ആകുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഈ സിറ്റി കംപ്ലീറ്റ് റോഡ് വേസും ഈ ഈസ്റ്റ് റിവറും എല്ലാ സൈറ്റും നമുക്ക് മുകളിലിരുന്ന് കാണുന്നത് നല്ല ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസാണ്. അത് അത്യാവശ്യം കാണേണ്ട ഒരു കാഴ്ചയുമാണ്. സിറ്റിയും ഗതാഗതക്കുരുക്കുള്ള റോഡ് വേസും ഈ ഈസ്റ്റ് റിവറും എല്ലാം നമുക്ക് മുകളിലിരുന്ന് കാണുമ്പം നമുക്ക് വല്ലാത്ത ഒരു അനുഭൂതിയാണ് ഉണ്ടാക്കുന്നത്. ആ ബിൽഡിങ്സിൻ്റെ അടുത്തുകൂടി പോകുമ്പം നമുക്ക് നല്ല ഒരു സന്തോഷം തോന്നി. ആ ഈസ്റ്റ് റിവർ കഴിഞ്ഞിട്ട് അത് കുറച്ചായിട്ട് ഹൈറ്റ് കുറഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് റൂസ്വെൽറ്റ് ഐലൻഡിലേക്കാണ്. ഈ റൂസ്വെൽറ്റ് ഐലൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. ഇവിടെയും നമുക്ക് കുറച്ചൊക്കെ കറങ്ങാം. എന്നാലും ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ സമയമായി കഴിഞ്ഞിരുന്നു. സമയം ഇപ്പോൾ 7-7:30 ആയി. ഇരുട്ടിയില്ല, പക്ഷേ നല്ല സമയമായി. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ നനഞ്ഞിരുന്നത് കൊണ്ട് നമുക്ക് ഡ്രസ്സും മാറ്റണം. എല്ലാവർക്കും നല്ലതുപോലെ തണുത്ത് തുടങ്ങി. അവിടെ എപ്പോഴും നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ പെട്ടെന്ന് പിള്ളേർക്ക് ക്ഷീണം പിടിച്ചാലോ എന്ന് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ മെട്രോ ട്രെയിൻ കിട്ടും. അവിടെ നിന്ന് മെട്രോ ട്രെയിൻ കയറി ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്കാണ് പോയത്.
ഈ ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.